PM ശ്രീ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം CPIയിലെ P പ്രസാദാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. സർക്കാരിൻ്റേത് ലജ്ജാകരമായ നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വ്യക്തമാക്കി. അതേസമയം PM ശ്രീയിൽ ഒപ്പിട്ടത് കഴിഞ്ഞ സർക്കാർ എന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ നിയമസഭയെ അറിയിച്ചു. പ്രമേയാനുമതി നിഷേധിച്ചതോടെ LDF സഭയിൽ നിന്ന് വോക്കൌട്ട് നടത്തി. വിവരങ്ങളുമായി S ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, എന്തിനാണ് ഈ പൊതുജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കുന്നത്? PM ശ്രീ എന്ന മഹത്തായ പദ്ധതി അത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. ഈ CPIക്ക് എന്താണ് ഇത്ര പ്രശ്നം? CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൾ പഠിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ മറ്റ് വിദേശ സർവകലാശാലയിൽ നിന്ന്. ഇങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ എല്ലാ സൗകര്യങ്ങളും കിട്ടണം. ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉണ്ടാവാൻ പാടില്ല. ഇതെന്തൊരു കഷ്ടമാണ്. ശ്യാമ, അത് തന്നെയാണ് വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്കാണ് ഇന്ന് സഭാ അകത്തളം സാക്ഷ്യം വഹിച്ചത്. കാരണം PM ശ്രീ ഒപ്പിട്ടിട്ട് ഏകദേശം 8 മാസം പിന്നിട്ടിരിക്കുകയാണ്. 2025 ഒക്ടോബറിലാണ് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിച്ചത്. പക്ഷേ അതിൽ ഒപ്പുവെച്ചതിന് ശേഷം ഇപ്പോഴും 8 മാസങ്ങൾക്കിപ്പോഴും പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. LDF സർക്കാർ അധികാരത്തിൽ നിന്ന് മാറി UDF സർക്കാർ അധികാരത്തിലേക്ക് വന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ചർച്ച ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട ഒരു ഉപസമിതിയെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം രൂപീകരിച്ചതുമാണ്. അവരുടെ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈ വിഷയം അടിയന്തര പ്രമേയമായി സഭയിലേക്ക് CPI ഉന്നയിക്കുകയും അത് എത്തിക്കുകയും ചെയ്തത്. P പ്രസാദാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പക്ഷേ ഈ അടിയന്തര പ്രമേയ നോട്ടീസിന് കാര്യമായ രീതിയിലുള്ള പരിഗണന നൽകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഭരണപക്ഷം ഉയർത്തിക്കാട്ടിയത്. അതായത് ഇവിടെ വലിയ രീതിയിൽ തെറ്റുകാരായിട്ടുള്ളത് കഴിഞ്ഞ സർക്കാരാണ് എന്നുള്ള വിമർശനം അത് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിട്ടുള്ള N ഷംസുദ്ദീൻ സഭയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ജാള്യത മറയ്ക്കാനാണ് ഇപ്പോൾ CPIയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷം ഇത്തരത്തിലൊരു അടിയന്തര പ്രമേയ നോട്ടീസ് സഭയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ SSK ഫണ്ട് അടക്കം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്രത്തിന് മുൻപിലേക്ക് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒപ്പിടാൻ ഇടത് സർക്കാർ ചെയ്തത്. പക്ഷേ അത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ജാള്യത അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ നടത്തിയ വലിയ രീതിയിലുള്ള ക്രമക്കേടുകളുണ്ട്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഈ LDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. എന്തുകൊണ്ട് ഈ പദ്ധതിയുമായി എതിർപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്നൊരു ചോദ്യമാണ് ഭരണപക്ഷം ഇപ്പോൾ ചോദിക്കുന്നത്. അന്നേ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാതിരുന്നാൽ പോരായിരുന്നു എന്നുള്ളതാണ് ഭരണപക്ഷം ചോദിക്കുകയും ചെയ്തത്. പക്ഷേ P പ്രസാദ് അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടി ചില പരാമർശങ്ങൾ വിമർശനങ്ങൾ വലിയ രീതിയിലുള്ള വാക്ക് തർക്കങ്ങളിലേക്ക് സഭാ അകത്തളം സാക്ഷ്യം വഹിക്കുകയുണ്ടായി. മുൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ വിഷയത്തിൽ പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഈ പദ്ധതി ചില ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് അടക്കമുള്ളവർ